വീട്ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുമ്പോൾ പലരും പി റേഷ്യോ അല്ലെങ്കിൽ ROE പോലുള്ള ഏതാനും അക്കങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ തന്നെ. എന്നാൽ ഒരു യഥാർത്ഥ വാല്യൂ ഇൻവെസ്റ്റർ ആകാൻ ഈ റേഷ്യോകൾ മാത്രം പോരാ. കമ്പനിയുടെ ബാലൻസ് ഷീറ്റും ലാഭനഷ്ട കണക്കുകളും ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും കമ്പനികൾ അവരുടെ വീഴ്ചകൾ മറച്ചുവെക്കാനും ഓഹരി വില വർദ്ധിപ്പിക്കാനും കണക്കുകളിൽ പലതരത്തിലുള്ള ക്രമക്കേടുകൾ അഥവാ മാനിപ്പുലേഷൻ നടത്താറുണ്ട്. ഓഡിറ്റർമാരാണ് സാധാരണയായി ഇത്തരം കള്ളത്തരങ്ങൾ കണ്ടെത്തുന്നത്. എന്നാൽ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ബാലൻസ് ഷീറ്റിലെ ഓരോ ഇനവും കൃത്യമായി വിശകലനം ചെയ്യാൻ പഠിച്ചാൽ നമുക്കും ഈ ചതിക്കുഴികൾ തിരിച്ചറിയാൻ സാധിക്കും. ഇതിനു മുൻപ് നമ്മൾ ഓഡിറ്റേഴ്സ് ശ്രദ്ധിക്കുന്ന ചില പൊരുത്തക്കേടുകളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നും അത്തരത്തിൽ നമ്മൾ അധികം പ്രാധാന്യം നൽകാത്ത എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലാക്കിയത്. ഈ ടോപ്പിക് ഞാൻ എക്കണോമിക് ടൈംസിന്റെ പ്രൈമിൽ ഇന്റലിജന്റ് ഇൻവെസ്റ്റിംഗ് എന്ന സീരീസിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. ഫൈൻഡിംഗ് റെഡ് ഫ്ലാഗ്സ് എന്ന സെക്ഷനിൽ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന എല്ലാ റെഡ് ഫ്ലാഗ്സിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സീരീസ് വിത്ത് എക്സാമ്പിൾ വെച്ച് തന്നെ ആർട്ടിക്കിൾസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിലെ ഇമ്പോർട്ടന്റ് ആയ കാര്യം സമ്മറൈസ് ചെയ്ത് മാത്രമാണ് ഇവിടെ പറയുന്നത്. ആർട്ടിക്കിൾ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, വായിക്കാവുന്നതാണ്. നല്ലൊരു സീരീസ് ആണ്. എല്ലാ ഇൻവെസ്റ്റേഴ്സും അറിഞ്ഞിരിക്കേണ്ട നല്ല ഇൻഫർമേഷൻസ് ഈ സീരീസിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനികൾ എങ്ങനെയാണ് കണക്കുകൾ വളച്ചൊടിക്കുന്നതെന്നും ഒരു ബാലൻസ് ഷീറ്റ് വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അപായ സൂചനകൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം പറഞ്ഞു തുടങ്ങാം. പല സ്റ്റാർട്ടപ്പുകളും അവയുടെ IPO സമയത്ത് വലിയ ലാഭം കാണിക്കാറുണ്ട്. എന്നാൽ തൊട്ടടുത്ത ക്വാർട്ടറിൽ തന്നെ അവ വീണ്ടും നഷ്ടത്തിലേക്ക് പോകുന്നതും അതിനായി പല ന്യായീകരണങ്ങൾ നിരത്തുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്റ്റാർട്ടപ്പുകൾ മാത്രമല്ല, ലിസ്റ്റ് ചെയ്യപ്പെട്ട പ്രമുഖ കമ്പനികളും ഇത്തരത്തിൽ കണക്കുകളിൽ കൃത്രിമത്വം കാണിക്കാറുണ്ട്. അങ്ങനെ കാണിക്കുന്ന തട്ടിപ്പുകളിൽ ഒന്നാണ് ആസ്തികളുടെ പെരുപ്പിച്ചു കാണിക്കൽ. പലപ്പോഴും കമ്പനികൾ തങ്ങളുടെ ആസ്തികളുടെ മൂല്യം പെരുപ്പിച്ചു കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന്, സ്വന്തമല്ലാത്തതോ വിൽക്കാൻ കഴിയാത്തതോ ആയ ഭൂമി പോലും വലിയ വിലയുള്ള ആസ്തിയായി അവർ കണക്കുകളിൽ രേഖപ്പെടുത്തുന്നു. ഓഹരി വിപണിയിൽ ഉയർന്ന മൂല്യം ലഭിക്കാനും നിക്ഷേപകരെ ആകർഷിക്കാനും വേണ്ടിയാണ് മാനേജ്മെന്റ് ഇത്തരത്തിൽ ചെയ്യുന്നത്. മികച്ച വാല്യുവേഷൻ നേടിയെടുക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് നിക്ഷേപകരുടെ പ്രതീക്ഷകളെയും അനുമാനങ്ങളെയും സ്വാധീനിക്കാൻ ഈ അക്കങ്ങൾ അവരെ സഹായിക്കുന്നു. ബാലൻസ് ഷീറ്റിലെ ഈ ആസ്തികളിലാണ് ഇന്ന് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്. ഭൂമിയും കെട്ടിടവും അഥവാ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നെഴുതിയതിന് നേരെയുള്ള തുക വെറും ഒരു അക്കമാണോ? അത് ആ വസ്തു വാങ്ങിയപ്പോൾ നൽകിയ വിലയാണോ? ഒരിക്കലുമല്ല. ഒരു ആസ്തിയുടെ മൂല്യം ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തുമ്പോൾ ആ ആസ്തി ഉപയോഗിക്കുന്നതിലൂടെയോ വിൽക്കുന്നതിലൂടെയോ കമ്പനി പ്രതീക്ഷിക്കുന്ന ഏറ്റവും കുറഞ്ഞ തുകയാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് കമ്പനി വാങ്ങിയിട്ട് സാധനങ്ങളിൽ നിന്നും ഭാവിയിൽ എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന മാനേജ്മെന്റിന്റെ ഉറപ്പാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഒരു കമ്പനിയുടെ കയ്യിൽ മികച്ച ക്വാളിറ്റിയുള്ള ആസ്തികൾ ഉണ്ടെങ്കിൽ നിക്ഷേപകർക്ക് ആ കമ്പനിയുടെ ഭാവിയിൽ വിശ്വാസം കൂടും. ഇപ്പോൾ പണം ചിലവാക്കി മെഷീനറിയോ കെട്ടിടങ്ങളോ ഒക്കെ വാങ്ങിയാലും നാളെ അവ ബിസിനസ് വളർത്താൻ സഹായിക്കുന്നു. ഇത് കമ്പനിക്ക് നൽകുന്ന മറ്റൊരു ഗുണം കൂടിയുണ്ട്. ബാങ്കുകളിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ പണം കടമെടുക്കുമ്പോൾ ഈ ആസ്തികളാണ് ഈടായി നൽകുന്നത്. വലിയ ആസ്തികളുള്ള കമ്പനികൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ പണം ലഭിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കമ്പനികൾക്ക് എളുപ്പത്തിൽ വായ്പ കിട്ടാനും നിക്ഷേപകരെ ബോധിപ്പിക്കാനും ഈ ആസ്തികളുടെ മൂല്യം കൃത്രിമമായി കൂട്ടി കാണിക്കാൻ പ്രേരണയുണ്ടാകും. ഉദാഹരണത്തിന്, പഴയ മെഷീനുകൾക്ക് വലിയ വിലയിടുകയോ വിൽക്കാൻ കഴിയാത്ത ഭൂമി വലിയ ലാഭമുണ്ടാക്കുന്ന ആസ്തിയായി രേഖപ്പെടുത്തുകയോ ചെയ്യാം. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ഈ ആസ്തികൾ യഥാർത്ഥമാണോ എന്നും അവയിൽ നിന്ന് ഭാവിയിൽ ലാഭമുണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്നും നാം തിരിച്ചറിയണം. ബാലൻസ് ഷീറ്റിലെ ആസ്തികൾ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നതെന്ന് നോക്കാം. ഒരു കമ്പനി 100 രൂപയ്ക്ക് ഒരു മെഷീൻ വാങ്ങിയാൽ അത് ഭാവിയിൽ 200 രൂപ ലാഭമുണ്ടാക്കുമെന്ന് കരുതി ബാലൻസ് ഷീറ്റിൽ 200 രൂപ എന്ന് എഴുതാൻ പാടില്ല. ഇതിനെയാണ് പ്രൂഡൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് വരാൻ പോകുന്ന ലാഭം മുൻകൂട്ടി കണക്കിൽ കൂട്ടരുത്, എന്നാൽ വരാൻ സാധ്യതയുള്ള നഷ്ടം കൃത്യമായി കാണിക്കുകയും വേണം. സാധാരണയായി ആസ്തികൾ വാങ്ങിയ വിലയ്ക്കാണ് രേഖപ്പെടുത്തുന്നത്. എങ്കിലും ആ മെഷീനോ മറ്റോ പഴയതാവുകയോ അതിന്റെ മൂല്യം കുറയുകയോ ചെയ്താൽ ആ കുറഞ്ഞ വില വേണം ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ. ഓരോ തരം ആസ്തികൾക്കും ഓരോ നിയമങ്ങളുണ്ട്. ഇത് തീരുമാനിക്കാൻ കമ്പനികൾക്ക് അവകാശമുണ്ടെങ്കിലും പലപ്പോഴും ലാഭം കൂടുതൽ കാണിക്കാൻ വേണ്ടി മാനേജ്മെന്റ് ഇവിടെ കൃത്രിമത്വം കാണിക്കാറുണ്ട്. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കമ്പനികൾ അവരുടെ ആസ്തികളുടെ വില കണക്കുകളിൽ രേഖപ്പെടുത്താൻ പ്രധാനമായും 5 വഴികളാണ് സ്വീകരിക്കുന്നത്. ഒന്നാമത്തെ രീതി, ഒരു സാധനം വാങ്ങാൻ എത്ര രൂപ ചിലവായോ ആ തുക തന്നെ കാണിക്കുന്ന ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് രീതിയാണ്. ഇതിൽ മെഷീനുകൾ പോലെ കാലപ്പഴക്കം കൊണ്ട് വില കുറയുന്നവയ്ക്ക് ഓരോ വർഷവും മൂല്യ തകർച്ച അഥവാ ഡിപ്രീസിയേഷൻ രേഖപ്പെടുത്തും. രണ്ടാമതായി, ആസ്തികളുടെ
വിപണി വിലയിൽ വലിയ മാറ്റം ഉണ്ടാകുമ്പോൾ അവയുടെ വില പുതുക്കി നിശ്ചയിക്കുന്ന റീവാലുവേഷൻ ഇമ്പയർമെന്റ് രീതിയുണ്ട്. വിപണി വില കൂടിയാൽ മൂല്യം വർദ്ധിപ്പിക്കാനും വിചാരിച്ച ലാഭം കിട്ടില്ലെന്ന് കണ്ടാൽ മൂല്യം കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കും. മൂന്നാമത്തെ രീതി കമ്പനിയുടെ പക്കലുള്ള സ്റ്റോക്കുകൾക്ക് വേണ്ടിയുള്ളതാണ്. സാധനം നിർമ്മിച്ച ചിലവും അത് വിറ്റാൽ കിട്ടുന്ന വിലയും താരതമ്യം ചെയ്ത് അതിൽ ഏതാണോ കുറവ് ആ തുകയാണ് ഇവിടെ കണക്കിലെടുക്കുന്നത്. നാലാമതായി മറ്റുള്ളവർക്ക് നൽകിയ കടവും വായ്പകളും രേഖപ്പെടുത്തുമ്പോൾ അവ എത്രത്തോളം തിരികെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന റിക്കവറബിലിറ്റി നോക്കിയാണ് മൂല്യം നിശ്ചയിക്കുന്നത്. അവസാനമായി ചില പ്രത്യേക നിക്ഷേപങ്ങൾക്കും വിൽക്കാൻ വെച്ചിട്ടുള്ള ആസ്തികൾക്കും നിലവിലെ മാർക്കറ്റ് വില തന്നെ നൽകുന്ന ഫെയർ വാല്യൂ രീതിയും ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ അനുസരിച്ചാണ് ഈ കണക്കുകൾ തയ്യാറാക്കുന്നത്. നിയമങ്ങൾ കൃത്യമാണെങ്കിലും അത് ഉപയോഗിച്ച് മാനേജ്മെന്റ് കണക്കുകൾ കൃത്രിമം കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഒരു നിക്ഷേപം ചെയ്യേണ്ടത്. കമ്പനികൾ എന്തിനാണ് അവരുടെ ആസ്തികളുടെ മൂല്യം യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കൂട്ടിക്കാണിക്കുന്നത്? ഒരു റീസൺ നമ്മൾ മനസ്സിലാക്കി. വേറെയും ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന് കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ വളരെ ഭദ്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള മാനേജ്മെന്റ് ശ്രമമാണ്. ഭൂമിയുടെയോ മറ്റ് നിക്ഷേപങ്ങളുടെയോ മൂല്യം കൂട്ടി കാണിക്കുന്നതിലൂടെ ബാങ്കുകൾക്കും നിക്ഷേപകർക്കും കമ്പനിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. രണ്ടാമതായി ബിസിനസ്സിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പുറം ലോകം അറിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരാസ്തിയുടെ മൂല്യം കുറഞ്ഞാൽ അത് നഷ്ടമായി കണക്കാക്കേണ്ടി വരും. ലാഭം കുറയാതിരിക്കാൻ വേണ്ടി പലപ്പോഴും ഈ നഷ്ടങ്ങൾ രേഖപ്പെടുത്താതെ ആസ്തികളുടെ വില പഴയ പടി തന്നെ നിലനിർത്തുന്നു. മറ്റൊരു പ്രധാന കാരണം വായ്പാ കരാറുകളാണ്. പല ബാങ്കുകളും വായ്പ നൽകുമ്പോൾ കമ്പനിയുടെ ആസ്തികൾ ഒരു നിശ്ചിത നിലവാരത്തിൽ താഴാൻ പാടില്ല എന്ന് നിബന്ധന വെക്കാറുണ്ട്. ഈ നിബന്ധനകൾ പാലിക്കാനും വായ്പ മുടങ്ങാതിരിക്കാനും ആസ്തികളുടെ വില പെരുപ്പിച്ചു കാണിക്കുന്നു. അവസാനമായി ഓഹരി വിപണിയിൽ കമ്പനിയുടെ വില നിലനിർത്തുക എന്നതും ഇവരുടെ ലക്ഷ്യമാണ്. ആസ്തികൾ ഓരോ വർഷവും വളരുന്നു എന്ന് കാണിക്കുന്നത് കമ്പനി സുരക്ഷിതമാണെന്ന തോന്നൽ നിക്ഷേപകരിൽ ഉണ്ടാക്കും. ഇത് ഓഹരി വില ഉയരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പുറമേ കാണുന്ന തിളക്കം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ഇത്തരം അക്കൗണ്ടിംഗ് അഭ്യാസങ്ങൾ ഒരു നിക്ഷേപകൻ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇത് മാത്രമല്ല, കമ്പനികൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ തങ്ങളുടെ ആസ്തികളുടെ മൂല്യം മനഃപൂർവ്വം കുറച്ച് കാണിക്കാനും ശ്രമിക്കാറുണ്ട്. അതിനും ചില കാരണങ്ങളുണ്ട്. ഭാവിയിൽ എപ്പോഴെങ്കിലും ലാഭം കുറയുമ്പോൾ അത് നികത്താനായി ആസ്തികളുടെ മൂല്യം ഇപ്പോൾ കുറച്ച് കാണിക്കുന്നുണ്ട്. പിന്നീട് സൗകര്യപ്രദമായ സമയത്ത് ഈ മൂല്യം കൂട്ടിക്കാണിച്ച ലാഭം സ്ഥിരതയുള്ളതാണെന്ന് വരുത്തി തീർക്കാൻ ഇത് സഹായിക്കുന്നു. രണ്ടാമതായി, കമ്പനിയുടെ ഓഹരികൾ തിരികെ വാങ്ങാനോ വിപണിയിൽ നിന്ന് കമ്പനിയെ പിൻവലിക്കാനോ ഉദ്ദേശിക്കുമ്പോൾ ആസ്തികളുടെ വില കുറച്ചു കാണിക്കാറുണ്ട്. ഇത് ഓഹരി ഉടമകൾക്ക് കുറഞ്ഞ വില നൽകി കമ്പനിയെ സ്വന്തമാക്കാൻ പ്രൊമോട്ടർമാരെ സഹായിക്കുന്നു. കൂടാതെ ലാഭം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ചില സാമ്പത്തിക അനുപാതങ്ങൾ അഥവാ റേഷ്യോസ് പെട്ടെന്ന് ഇടിഞ്ഞു പോകാതിരിക്കാൻ ആസ്തികളുടെ മൂല്യം കുറയ്ക്കുന്നത് വഴി അവർക്ക് സാധിക്കും. ആസ്തികൾ കുറച്ചു കാണിക്കുന്നത് ചില തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമാണെങ്കിലും വിപണിയിൽ കൂടുതൽ സാധാരണയായി കണ്ടുവരുന്നത് ആസ്തികൾ പെരുപ്പിച്ചു കാണിക്കുന്ന രീതിയാണ്. കാരണം സാമ്പത്തികമായി ശക്തരാണെന്ന് കാണിക്കുന്നതിലൂടെയാണ് മിക്ക കമ്പനികൾക്കും കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കുന്നത്. പല രീതിയിൽ ആസ്തികൾ പെരുപ്പിച്ചു കാണിക്കാൻ കമ്പനികൾ ശ്രമിക്കാറുണ്ട്. ഫിക്സഡ് അസറ്റ് മാനിപ്പുലേഷൻ ആണ് ആദ്യത്തേത്. അതായത് നിലവിലില്ലാത്ത ആസ്തികൾ കണക്കിൽ കാണിക്കുക. ഓരോ വർഷവും ലാഭത്തിൽ നിന്ന് കുറയ്ക്കേണ്ട തേയ്മാന ചിലവ് മനഃപൂർവ്വം വൈകിപ്പിക്കുക, അല്ലെങ്കിൽ ഭൂമിയുടെയും കെട്ടിടത്തിന്റെയും വില അനാവശ്യമായി കൂട്ടി കാണിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ നിത്യേനയുള്ള ചിലവുകൾ ആസ്തിയായി കണക്കാക്കുന്നതിലൂടെ ലാഭം കൂടുതലായി കാണിക്കാനും ഇവർക്ക് സാധിക്കുന്നു. അടുത്തതായി, ഉപഭോക്താക്കളിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ തിരികെ കിട്ടാൻ സാധ്യതയില്ലാത്ത പണം പോലും പൂർണ്ണമായും ലഭിക്കുമെന്ന കണക്കുകൾ കാണിക്കുന്ന രീതിയാണ്. ഇത് കമ്പനിയുടെ പ്രവർത്തന മൂലധനം അഥവാ വർക്കിംഗ് ക്യാപിറ്റൽ ശക്തമാണെന്ന് തോന്നിപ്പിക്കും. ബാങ്കിലും കൈവശമുള്ള പണം യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ കൂടുതൽ കാണിക്കുന്നതും മറ്റൊരു മാർഗമാണ്. വിറ്റുപോകാത്തതോ കേടുവന്നതോ ആയ പഴയ സാധനങ്ങൾക്ക് പോലും വലിയ വില നൽകി ആസ്തിയുമായി നിലനിർത്തുന്ന രീതിയും ചില കമ്പനികൾ ചെയ്യാറുണ്ട്. കാരണം ഇതുവഴി ബിസിനസ്സിൽ നഷ്ടം മറച്ചുവെക്കാം. വിപണിയിൽ മൂല്യം കുറഞ്ഞതോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മറ്റു കമ്പനികൾ നടത്തിയതോ ആയ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന മൂല്യം നൽകുന്നത് വഴി കമ്പനിയുടെ ആസ്തി വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ കാരണങ്ങളില്ലാതെ കെട്ടിടങ്ങളുടെയോ വസ്തുവകകളുടെയോ വില പുസ്തകത്തിൽ വർദ്ധിപ്പിക്കുന്നു. ഇത് കമ്പനിയുടെ മൊത്തം മൂല്യം വലിയതാണെന്ന് തോന്നിപ്പിക്കും. പെട്ടെന്ന് പണമാക്കാൻ കഴിയാത്ത ആസ്തികളെ കറണ്ട് അസറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ കമ്പനിയുടെ പക്കൽ ഉടനെ ചിലവാക്കാൻ ആവശ്യത്തിന് പണമുണ്ടെന്ന തെറ്റായ ധാരണ നിക്ഷേപകർക്കുണ്ടാകുന്നു. കുറച്ചധികം കമ്പനികളുടെ എക്സാമ്പിൾസ് ആർട്ടിക്കിൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അലോക് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി കാണിച്ച തിരിമറിയുടെ എക്സാമ്പിൾ മനസ്സിലാക്കാം. കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ പാപ്പരത്ത നടപടികളിലൂടെ കടന്നു പോവുകയായിരുന്നു അലോക് ഇൻഡസ്ട്രീസ്. ഒരു വശത്ത് കമ്പനി വിൽക്കാനോ അല്ലെങ്കിൽ പുതിയൊരാളെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനോ ഉള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് തങ്ങളുടെ ബാലൻസ് ഷീറ്റ് അത്ര മോശമല്ലെന്ന് വരുത്തി തീർക്കാൻ കമ്പനി ചില അക്കൗണ്ടിംഗ് തന്ത്രങ്ങൾ പ്രയോഗിച്ചു. കമ്പനിയുടെ പക്കലുള്ള മെഷീനുകളും ഫാക്ടറികളും പഴയതുപോലെ ലാഭം ഉണ്ടാക്കില്ലെന്ന് ഉറപ്പായിട്ടും അവയുടെ മൂല്യം കുറച്ച് കാണിക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല.
ഭാവിയിൽ എത്ര പണം കിട്ടുമെന്ന് കൃത്യമായി കണക്കാക്കാൻ പറ്റുന്നില്ല എന്ന വിചിത്രമായ ന്യായമാണ് അവർ ഇതിന് നൽകിയത്. ഭാവിയിൽ ലാഭം ഉണ്ടാക്കുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഏകദേശം 1400 കോടി രൂപയുടെ നികുതി ആനുകൂല്യങ്ങൾ അഥവാ ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് ഒരു വലിയ ആസ്തിയായി അവർ കണക്കുകളിൽ രേഖപ്പെടുത്തി. സത്യത്തിൽ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായ ഒരു കമ്പനി ഭാവിയിൽ വലിയ ലാഭമുണ്ടാക്കി ഈ നികുതി ഇളവ് നേടുമെന്നത് അസംഭവ്യമായ കാര്യമായിരുന്നു. എന്നാൽ കമ്പനിയുടെ കണക്കുകൾ പരിശോധിച്ച ഓഡിറ്റർമാർ ഈ കള്ളത്തരം കൈയോടെ പിടികൂടി. ആസ്തികളുടെ യഥാർത്ഥ വില എത്രയാണെന്ന് വ്യക്തമല്ലെന്നും ഈ ടാക്സ് ആനുകൂല്യങ്ങൾ ഒരിക്കലും കമ്പനിക്ക് കിട്ടാൻ പോകുന്നില്ലെന്നും കാണിച്ച ഓഡിറ്റർമാർ തങ്ങളുടെ റിപ്പോർട്ടിൽ ക്വാളിഫൈഡ് ഒപ്പീനിയൻ നൽകി. ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് തോന്നാം, അപ്പോൾ പിന്നെ ഒരു കമ്പനിയുടെയും കണക്കുകൾ വിശ്വസിക്കാൻ കൊള്ളില്ലേ എന്ന്. പക്ഷെ പേടിക്കേണ്ട, അത്രയ്ക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഒരു കമ്പനിക്ക് എല്ലാ കണക്കുകളിലും ഒരേ സമയം കള്ളത്തരം കാണിക്കുക എന്നത് അത്ര എളുപ്പമല്ല. കാരണം അക്കൗണ്ടിങ്ങിലെ ഡബിൾ എൻട്രി സിസ്റ്റം ഒരു സീസോ പോലെയാണ്. ഒരു വശത്ത് ഒരു മാറ്റം വരുത്തിയാൽ അതിന്റെ പ്രതിഫലനം മറുവശത്തും ഉണ്ടാകും. ഉദാഹരണത്തിന്, ഒരു കമ്പനി 1 ലക്ഷം രൂപയ്ക്ക് മെഷീൻ വാങ്ങിയാൽ അവരുടെ ആസ്തി 1 ലക്ഷം കൂടുമ്പോൾ കയ്യിലുള്ള ക്യാഷ് 1 ലക്ഷം കുറയും. ഈ തുലനാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരിടത്ത് കൃത്രിമം കാണിച്ചാൽ അത് മറ്റൊരിടത്ത് പൊരുത്തക്കേടുകൾ ഉണ്ടാക്കും. ഇന്നത്തെ കാലത്ത് ERP സിസ്റ്റങ്ങളും ശക്തമായ നിയമങ്ങളും ഓഡിറ്റർമാരുടെ പരിശോധനയും ഉള്ളതുകൊണ്ട് വലിയ തട്ടിപ്പുകൾ നടത്തുക പ്രായോഗികമല്ല. കമ്പനികളുടെ കണക്കുകളെ അന്ധമായി വിശ്വസിക്കരുത്. എന്നാൽ എല്ലാ അക്കങ്ങളും തെറ്റാണെന്ന് കരുതി ഭയപ്പെടുകയും വേണ്ട. അതിനുള്ള ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ജാഗ്രതയോടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണ് വേണ്ടത്. അക്കൗണ്ടിംഗ് നിയമങ്ങൾ പാലിച്ചിട്ടില്ല എന്നോ ആസ്തികളുടെ മൂല്യം പരിശോധിച്ചിട്ടില്ല എന്നോ ഉള്ള മുന്നറിയിപ്പുകൾ ഓഡിറ്റർമാർ നൽകിയിട്ടുണ്ടോ എന്ന് നോക്കുക. ആസ്തികളുടെ തേയ്മാനം, പെട്ടെന്നുണ്ടായ വിലവർദ്ധനവ്, പിരിഞ്ഞു കിട്ടാനുള്ള കടം എന്നിവ കൃത്യമായി വിലയിരുത്താൻ ശീലിച്ചാൽ വലിയ ചതിക്കുഴികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ആർട്ടിക്കിളിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും പ്രൈം ആക്സസ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായോ എന്ന് കമന്റ് ചെയ്യുക.